ഹേ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. ഞാൻ അമ്മു ചിന്നു. ഞാനിപ്പോൾ കാലിക്കറ്റിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 10:10 കുറച്ച് ലേറ്റായി. കാരണമുണ്ട്, ഇന്നലെ ഫെബ്രുവരി 1 KPSC ക്യാമ്പിൽ നിന്ന് ഒരു 8:30 രാത്രി കാലിക്കറ്റിലേക്ക് വന്നു ഉമ്മാച്ചു എന്ന നാടകം ചെയ്യാനായിട്ട്. ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ കാലിക്കറ്റിലെത്തി. ഒരു 10:30 എഴുന്നേറ്റു. ഒരു ചെറിയ ചായയും കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റത്. അപ്പം കാര്യമായിട്ടുള്ള ബാത്തിങ് നടന്നിട്ടില്ലെങ്കിലും ജസ്റ്റ് എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു, ബ്രഷ് ചെയ്തു, മോയ്സ്ചറൈസിങ് ക്രീം, പിന്നെ ഒരു ലിപ് ഗ്ലോ, ഇത്രയൊക്കെ ഞാൻ ചെയ്ത് ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്. പിന്നെ ഡ്രസ്സിട്ട് മുടിയൊക്കെ ഒന്ന് ചെയ്യി. എവിടെ ഹോട്ടലൊന്നും അറിയില്ല കേട്ടോ. കൂടെ നിന്ന് 2 ചേച്ചിമാർ നേരത്തെ പോയി. ഞാൻ ഈ കട്ടിലെ കുറേ നേരം കിടക്കുന്ന കണ്ടിട്ട് എന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നറിയാമിട്ടായിരിക്കാം അവർ നേരത്തെ പോയി ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം സമയം പോയി. എനിക്കെവിടെ പോയാലും എൻ്റെ ഒരു ലിപ് ഗ്ലോയും ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും അത് പതിവാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നതുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടില്ല, ലിപ് ഗ്ലോ മാത്രമാണ് ഇട്ടത്. പിന്നെ ഷോർട്ട് സൈറ്റ് ഉണ്ടായതുകൊണ്ട് കണ്ണാടി ബോക്സിൽ നിന്ന് ഒന്ന് തുടച്ച് കണ്ണിൽ വെച്ച് ഞാൻ താഴെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടൽ എവിടെയാണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. താഴേക്ക് പോവുക, വായിൽ നാവല്ലേ കിടക്കുന്നത്, അപ്പോൾ നമുക്ക് ചോദിച്ചു പോകാം. അപ്പോൾ ഞാൻ താഴേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. നല്ല ഹോട്ടൽ റൂമാണ്, നല്ല ഹോംലി അറ്റ്മോസ്ഫിയറാണ്, നല്ല ക്ലെൻലിനെസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ. ഞാൻ പിന്നെ റോഡിൽ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പരിധി നോക്കി. പിന്നെ തൊട്ടടുത്തിരുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു എവിടെയാണ് ഹോട്ടലെന്ന്. പേടിക്കേണ്ട, തൊട്ട് താഴെ നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ തൊട്ട് താഴെ തന്നെ അതിമനോഹരമായ നല്ല ഹോംലി ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോവുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. വെള്ളം ഉണ്ടാവുമോ എന്തോ. 10:10 ആയുള്ളൂ. അപ്പോൾ എന്തായാലും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഹോട്ടലിൽ കയറി. ആളൊഴിഞ്ഞൊരു സ്ഥലം. എൻ്റെ പതിവ് ഫുഡ് പെറോട്ടയും പിന്നെ കടലക്കറിയും ചായയും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. ഇനി കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും സ്പോട്ടിലേക്ക് പോകണം കേട്ടോ. ഉച്ചയ്ക്ക് 2:30 അപ്പോഴാണ് ഞാൻ വാട്സപ്പിൽ നമ്മുടെ KPSCയുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടു 2:30 വണ്ടി വിടുമെന്ന്. പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് പോകാമെന്ന് കരുതി. ഇത് 3 കട്ടിലാണ്. ഈ പുതിയ ഷീറ്റ് ഇട്ടില്ലേ, അതാണ് എൻ്റെ കട്ടിൽ. ഞാൻ എവിടെ പോയാലും ഒരു 2 ഷീറ്റ് കരുതും കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഏത് സ്ഥലത്ത് പോയാലും എൻ്റെ ലഗേജിൽ മസ്റ്റാണ് ബെഡിൽ വിരിക്കാനൊരു ഷീറ്റും പുതയ്ക്കാനൊരു ഷീറ്റും, ഒരു ഹോംലി എക്സ്പീരിയൻസ് കിട്ടാൻ. പിന്നെ എന്താ പറയുക, ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയും കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ. മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീൻ, ഇത്രയൊക്കെ തന്നെ. ഒരു റോസ് വാട്ടറും കൂടെ ഒക്കെ ഇട്ട് ഞാൻ എൻ്റെ ഒരു അറ്റയർ ഇതാണ് എൻ്റെ. എന്താ ഞാൻ ഇല്ലെന്ന് തോന്നുന്നു, മറന്നില്ലെന്ന് തോന്നുന്നു. ഇല്ലല്ല, ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല അടിപൊളി ഹോംലി ഫുഡാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് ഞാനൊന്നും മേടിച്ചിട്ടില്ല. ഫിഷ് വേണമെന്ന് ചോദിച്ചു, പക്ഷേ വേണ്ട. പപ്പടം, മീൻകറി, സാമ്പാർ കൊണ്ടുവന്നു, പക്ഷേ സാമ്പാർ എനിക്ക് വേണ്ട. മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതും മതി. എൻ്റെ മമ്മി ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, എനിക്കും എൻ്റെ മോനും മീൻ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടാന്ന്. സ്പെഷ്യല് ട്രാവലിംഗ് അല്ലേ, സ്പെഷ്യലി ഈ ഫ്രൈ ഒക്കെ കഴിച്ച് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും എളുപ്പത്തിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൈ ഞാൻ മേടിച്ചില്ല. ഫിഷ് കറി തന്നെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ച് ഞാൻ തിരിച്ച് വീണ്ടും റൂമിലേക്ക് പോവുകയാണ്. സമയം ഇനിയും കിടക്കുകയാണ്, 1.5 മണിക്കൂർ കഴിച്ച് ഞാനൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും 2-2:30 ആകുമ്പോഴത്തേന് ബസ്സിൽ കയറണം. സ്പോട്ടിലേക്ക് നമ്മൾ പോകും. അയ്യോ, അപ്പോഴേ ഞാനൊരു കാര്യം ഓർത്തത്, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് മൂക്കുത്തി ഭയങ്കര ക്രൈസാണ്, പ്രത്യേകിച്ച് സിൽവർ റിങ്ങിൻ്റെ. അതിട്ടുകൊണ്ട് പോയില്ല ഞാൻ കഴിക്കാനായിട്ട്. വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ എൻ്റെ നോസ് റിങ് ഞാൻ മൂക്കിലിട്ടു. അപ്പോൾ ഞാൻ നേരത്തെ ലിപ്സ്റ്റിക് ഇട്ടില്ലായിരുന്നു, ഫുഡ് കഴിക്കാൻ പോകല്ലേ. അപ്പം പിന്നെ നോസ് റിങ്ങും അത് കഴിഞ്ഞ ശേഷം ലിപ് ഗ്ലോ ഒന്നും കൂടി ഇട്ട്, പിന്നെ എൻ്റെ കയ്യിലിരുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് ഞാനിങ്ങനെ സെറ്റായിരിക്കുകയാണ് സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി. ഇപ്പോഴും ചേച്ചിമാരെത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ അവരെന്നേക്കാൾ മുമ്പേ ഫുഡ് കഴിക്കാൻ പോയി, ഉച്ചയ്ക്കും എന്നേക്കാൾ മുമ്പേ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ കുറേ നേരമൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ
ബസ്സിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ നാടകവണ്ടി, KPAC, കേരള പീപ്പിൾ ആർട്ട് സെൻറ്റർ. അങ്ങനെ കുറേ ഷോസുകളും കാലിക്കറ്റിലാണ് കേട്ടോ. സത്യം പറയാം, കാലിക്കറ്റിൽ ഇനി ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലത്ത് ഇരിപ്പ് ഉറപ്പിച്ചു. ഇങ്ങനെ സ്ഥലമൊക്കെ ഇങ്ങനെ നോക്കി വ്ലോഗിന് വേണ്ടിയുള്ള വിഷ്വലൊക്കെ ഇങ്ങനെ എടുത്ത് സ്പോട്ടിൽ ഫൈനലിൽ ഞാൻ എത്തി. ഇതാണ് ഞങ്ങളുടെ ഡ്രാമ ഉമ്മാച്ചു. ഞാനൊരു ചെറിയ വേഷമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ നാടകം പറയുന്ന ക്ഷേത്രം ഏതാണെന്നല്ലേ? കോയിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിലാണ് നാടകം ഉമ്മാച്ചു ഞങ്ങൾ പെർഫോം ചെയ്യുന്നത്. നല്ല അടിപൊളി ടെമ്പിളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങും വിത്തുകളാണ്. നമ്മുടെ ഇവിടെയൊക്കെ കോൺക്രീറ്റ് കട്ടയല്ല. ഇവിടെ കംപ്ലീറ്റ് ഈ കോഴിക്കോട്, കണ്ണൂർ പ്രദേശങ്ങളിലൊക്കെ വിത്തുകളിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ, വീടിൻ്റെ മതിലുകൾ, ഭയങ്കര കണ്ണിനൊരു കുളിർമയാണ് കേട്ടോ ഈ ഒരു വസ്തുക്കളൊക്കെ കാണുമ്പോൾ. ചായ കുടിക്കാനായിട്ടാണ് കേട്ടോ. ഞാൻ ശരിക്കും പറയും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വിഷു എടുക്കാൻ വേണ്ടി. എനിക്ക് ചായ കുടിക്കണം, ബാക്കി ശേഷം പിന്നാലെ.